I'm documenting this phase of my life every day just to stay consistent and honest. So സന്ധിവേദന, കാൽവേദന, കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ചധികം വരും. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല സ്കിൻ കെയർ ചെയ്യുന്നു, പിന്നെ BMI വെച്ചിട്ടുള്ള നമ്മുടെ ബോഡി ഫാറ്റ്. ഞാൻ ചിങ്കിത്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, സോ ഇന്ന് തൊട്ട് ഞാനൊരു ഫുൾ ഒരു ഇത്ര ഡേറ്റ്സ് വരെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. കുറച്ച് നെഗ്ലക്റ്റാണ് ഞാൻ കുറേ കാര്യങ്ങളിലേക്ക്. സോ അതിലേക്കൊക്കെ നല്ല ഫോക്കസ് കൊടുത്ത് കുറച്ച് ഡിസിപ്ലിൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഏറ്റവും നല്ല മാർഗം നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യണതാണ്. സോ ഡിസിപ്ലിൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വ്ളോഗ്സ് തുടങ്ങുന്നു. സോ എല്ലാ ദിവസവും നമുക്ക് ഇനി അതായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ. സോ അതിൽ ഞാൻ ഞാൻ എന്നിട്ട് എഴുതുന്നു. ഓക്കെ, ഐ എം ഡോക്യുമെൻറ്റിങ് ദിസ് ഫേസ് ഓഫ് മൈ ലൈഫ് എവറി ഡേ ജസ്റ്റ് ടു സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹോണസ്റ്റ്. സോ എല്ലാ ദിവസവും ബോറിംഗ് ആയിരിക്കും. രാവിലെ എണീക്കുന്നു, കുറച്ച് സ്കിൻ കെയർ നോക്കാം നമുക്ക്. ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ നിന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ നോക്കണം. ഒരു 2-3 മാസം നമുക്ക് എന്തായാലും അത് ട്രൈ ചെയ്യാം കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ എന്താണ് അതിൽ മാറ്റുന്നതെന്നൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ കുറേ ആൾക്കാരുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നു. ഈ ഒരു ടീംസ് സ്കിൻ കെയർ നോക്കും, മറ്റേ ടീം ഫുഡിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവാൻ നോക്കാം. സോ അതിൽ നമ്മൾ എന്തൊക്കെ നോക്കണമെന്ന് നോക്കാം. ഒന്ന്, രാവിലെ നേരത്തെ എണീക്കുക. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് ഇത് വർക്ക് ഫ്രം ഹോമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എപ്പോഴെങ്കിലൊക്കെ വേറെ ചെയ്താൽ മതി. അപ്പം ഓഫീസിലേക്കോ അങ്ങനെ എന്തെങ്കിലും പുറത്തേക്ക് പോയാൽ മതി. സോ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. സോ നമ്മളിപ്പം നോക്കുന്ന കാര്യങ്ങൾ രാവിലെ എണീക്കുക. പിന്നെ ഫുഡ് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഫുൾ റിയൽ ഫുഡ്സ് കൂടുതൽ കഴിക്കാനും ജങ്ക് ഫുഡ്സ് കൂടുതൽ ഒഴിവാക്കാനൊക്കെ IBS വന്നിട്ടുണ്ട് ഇപ്പം. സോ അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡും അങ്ങനത്തെ ജങ്ക് ഫുഡ്സൊക്കെ പരമാവധി ഒഴിവാക്കുക. ഞാൻ ഉറപ്പൊന്നും പറയണില്ല. സോ മന്തിയൊക്കെ, ബിരിയാണിയൊക്കെ നമുക്ക് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ മന്തി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. സോ നമ്മുടെ ചാർട്ട് ഞാൻ ചെക്ക് ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമുക്ക് ജനുവരി തൊട്ടിട്ട് ചെയ്യണം എന്നാണ്. പക്ഷെ നമുക്ക് ഫെബ്രുവരി തൊട്ട് ചെയ്യാം. ഇറ്റ് വർക്ക്സ്. സോ ഫസ്റ്റ് നമ്മൾ ഫുഡ്. സെക്കൻഡ് സോറി ഫസ്റ്റ് നമ്മൾ മോർണിംഗ് വേക്കപ്പ്, നേരത്തെ എണീക്കാൻ നോക്കാം. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം നോക്കാം. ഫുഡ് ഞാൻ 3 നേരം കഴിക്കേണ്ടതാണോ ചിലപ്പോൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ 1 ടൈം കഴിക്കണ എന്തെങ്കിലും ഹോം മെയ്ഡ് ആയിട്ടുള്ള അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് വർക്ക് കറക്റ്റായിട്ട് മര്യാദയ്ക്ക് ചെയ്യണം. എന്നാലാണ് ചെയ്യുള്ളൂ. ഞാൻ വർക്കിൻ്റെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ സാർ അറിഞ്ഞ് ഞങ്ങൾ കൊല്ലും. അതുകൊണ്ട് വർക്ക് എൻ്റെ വർക്കിൻ്റെ അത് പ്രൈവസിയാണ്. സോ പ്രൈവസി മാറ്റേഴ്സ്. പിന്നെ സ്കിൻ കെയർ നന്നായി നോക്കണം. കാരണം സ്കിൻ കെയർ നോക്കേണ്ട ആവശ്യങ്ങളുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ പറയാം എത്ര ദിവസത്തേക്കാണെന്നുള്ള കാര്യമല്ലേ. ആ ഡേറ്റ് ആകുമ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. പിന്നെ സ്കിൻ കെയർ നോക്കണം, വർക്കിൻ്റെ കാര്യം നോക്കണം, രാവിലെ എണീക്കണം, ഫുഡ് നോക്കണം. പിന്നെ നമുക്ക് ഇതാണ് സെൽഫ് കെയറിൽ വരിക. പിന്നെ എക്സസൈസ് വണ്ണം കുറയ്ക്കണം വച്ചു. ഞാൻ 1 ഡേ ഇതല്ല, ലൈക്ക് ബോഡി ഷേമിയല്ല. പക്ഷേ എണീക്കാൻ വയ്യ. എനിക്കിപ്പോൾ ഒരു 27 വയസ്സായി, 28 നവംബറിലാവുള്ളൂ. അപ്പം 27 വയസ്സായി, എണീക്കാൻ വയ്യ. എണീക്കുമ്പോൾ മുട്ടൊക്കെ സന്ധിവേദന, കാൽവേദന, കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ചധികം വരും. അപ്പം നമ്മൾ അതിനേക്കാളും മുന്നേ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡംബിൾസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരും. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. പിന്നെ കുറച്ച് വണ്ണൊക്കെ ഒരു BMI വരെ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് കുറയ്ക്കാൻ ചെയ്യാം. സോ നമുക്ക് അതും ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. സോ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? രാവിലെ എണീക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല സ്കിൻ കെയർ ചെയ്യുന്നു, പിന്നെ BMI വെച്ചിട്ടുള്ള നമ്മുടെ ബോഡി ഫാറ്റ് കുറയ്ക്കുന്നു,
ഫാറ്റ് കുറയ്ക്കുന്നത് ആരെയും വിഷമിപ്പിക്കാനോ ഇതിനൊന്നുമല്ല. എൻ്റെ ബോഡിക്ക് പറ്റുന്നില്ല എൻ്റെ വെയിറ്റ് എന്നെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഡോക്ടറും ഡയറ്റീഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്, ശരിക്കുള്ള പ്രോപ്പർ ഡയറ്റീഷ്യനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതുപോലത്തെ സാധനങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതും ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രീ ടൈംസ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഞാനും ഞാനും സെറ്റാക്കാതെ അത്രയ്ക്ക് വലിയ എയിമൊന്നും ഉണ്ടാവില്ല. എന്നാലും പിന്നെ നമ്മൾ വല്ല ട്രാവൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലൊരു ബ്രേക്ക് വരാണ്ട് അതിലും എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാതെ നോക്കാം. കാരണം ഞാൻ ഇടയ്ക്ക് ട്രാവൽ ആകുമ്പോൾ ആണ് അത് ബ്രേക്ക് ആവുന്നത്, പിന്നെ വീണ്ടും ആദ്യമേ തുടങ്ങേണ്ടി വരും. അങ്ങനെ തുടങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും ട്രിക്കും കാര്യങ്ങളും ചെയ്യണം. പിന്നെ സ്കിൻ കെയർ ഞാൻ നോക്കുമ്പോൾ അധികം എന്തൊക്കെയും ക്രീംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറേ ഞാനിപ്പം എൻ്റെ അമ്മ ചെറുപ്പം തൊട്ട് ഈ പൊടികളും സാധനങ്ങളില്ലേ, ഈ ആയുർവേദ പൊടികൾ, ചെറുപയർ പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത കാരണം കൊണ്ട് എൻ്റെ കയ്യിൽ എനിക്കത് സ്കിന്നിന് അതാ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ സ്കിന്ന് വലിയ എയിമില്ല, കുറേ കാലങ്ങളായിട്ട് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അതുമുണ്ട്. അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇടയിൽ പിന്നെ നമ്മൾ എല്ലാ മാസവും ഫേഷ്യൽ ചെയ്യും. അതിൻ്റെയൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട് ഞാനെല്ലാം പറയാം. അപ്പം അതിൻ്റെ ഡേറ്റ്സ് അതൊരു സസ്പെൻസാണ്. അത് എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ഒന്ന് സെൽഫ് കെയർ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, അത് ഞാൻ അപ്പോഴത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യാവേ. അപ്പം ഇന്നത്തെ ദിവസം കണ്ടല്ലോ. ഇന്ന് ആക്ച്വലി ഞാനിപ്പോൾ കുളിച്ചു, ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ഞാൻ ലഞ്ചിൻ്റെ എങ്ങനെ എന്തെങ്കിലും വീഡിയോയും പിന്നെ വർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറിയ ക്ലിപ്സായിട്ട് കാണിക്കാം. നമ്മുടെ ഈ ഒരു റൂട്ടീൻ ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമ്മുടെ ആ വ്ളോഗ് കഴിയും. സോ വെൽക്കം ടു ദ സീരീസ് ഓഫ് റീസ്റ്റാർട്ട്, റീസെറ്റ് ആൻഡ് ഒരു 6 കൂടി ഉണ്ട്, അറിയില്ല. അപ്പം റീസ്റ്റാർട്ട് ആൻഡ് റീസെറ്റ്. ഹലോ, അങ്ങനെ നൈറ്റായി. ഞാൻ ഈ ഹരിബോൾ എന്ന് പറഞ്ഞിട്ടൊരു കോക്കനട്ട് ഓയിലുണ്ട്. ഇതാണ് മേത്ത് തേക്കാൻ ഫോർ മോയ്സ്ചറൈസർ. ഇതാണ് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു വെളിച്ചെണ്ണ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ നമ്മളോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അതാണ് ഞാൻ മുഖത്ത് തേക്കണേ. സോ വേറെ സെറം ഒന്നുമില്ല, ജസ്റ്റ് സം വെളിച്ചെണ്ണകൾ. അത് വേറെയും വെളിച്ചെണ്ണ തേക്കാം, പക്ഷെ ഞാൻ മോർണിംഗിൽ എന്താ വെളിച്ചെണ്ണ തേക്കണം അതൊക്കെ ഞാൻ മോർണിംഗ് കാണിച്ചുതരാം. രാവിലെ നേരത്തെ എണീക്കുന്നു, നേരത്തെ കുളിക്കുന്നു. സോ നാളെ തൊട്ടിട്ട് ഫ്രോം ദ മോർണിംഗ് ഞാൻ കാണിച്ചത്. ഇന്ന് ഞാൻ കുളിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. നാളെ തല കുളിക്കണം. തലയിരിച്ചിരി ഹെയർ സ്പാ ചെയ്തതാ, പക്ഷെ അത് ഇച്ചിരി വെളിച്ചെണ്ണ തേക്കാത്തൊരു കാക്കത്തിനെ പോലെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അത് ചെയ്യണം. അപ്പം നാളെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഇന്ന് ഞാൻ പകുതി മുക്കാലൊക്കെ ചെയ്തു, പക്ഷേ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ഓർമ്മ പോയില്ല. ആദ്യത്തെ ദിവസം അല്ലേ, അപ്പോൾ പറ്റണ രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എന്നെന്തായാലും ഒരു ഇൻട്രോ ആയിരുന്നില്ലേ, അപ്പോൾ നമ്മളങ്ങനെ ഒരു വിചാരിക്കണം. ബാക്കിയുള്ള വീഡിയോസൊക്കെ വഴി വരുന്നതായിരിക്കും. സോ നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള ഈ ഒരു ജേണി ഇന്നത്തെ രാത്രി വി ക്യാൻ ലെറ്റ്സ് മൈൻഡ് ഇറ്റ് അപ്പ് ആൻഡ് ഗുഡ് നൈറ്റ്. ഞാൻ നാളെ തൊട്ട് കറക്റ്റായിട്ടുള്ള ഒരു റുട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നോ ഇൻട്രോ, നോ എനിത്തിങ്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ദ ഡിഫറൻസ്. ഇപ്പോൾ ഇങ്ങനെയാണ് സ്കിന്നിരിക്കണേ. ലെറ്റ്സ് സീ ആഫ്റ്റർ 1 വീക്ക് ആൻഡ് ലെറ്റ്സ് സീ ആഫ്റ്റർ 1 മന്ത് ഹൗ ഇറ്റ്സ് ഗോണ ബി. ആൻഡ് ഇന്ന് 30, ഫെബ്രുവരി 30 ഇല്ലല്ലോ. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, ഈ 3 മന്തുള്ളൂ നമുക്ക് ആക്ച്വലി ഒന്ന് സെറ്റായി എടുക്കാൻ, മൊത്തം സെറ്റാക്കി എടുക്കാൻ. ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തില്ല ബിക്കോസ് ഐ ആം ഇൻ പീരിയഡ്സ് 2nd day, സോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ. അപ്പം നാളെ തൊട്ട് പതുക്കെ ചെറിയ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കേട്ടോ. അപ്പം see you tomorrow. Bye bye.